إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി അള്ളാഹും അവന്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി വിരോധിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി മുവഹിദുകളായി ലോകത്തോട് വിട പറയാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് ലോകത്തെ നിർണയിച്ചു കൊടുത്തപ്പോ അതിലെ കാലത്തെയും സമയത്തെയും മാസത്തെയും ഒക്കെ നിർണയിച്ചു കൃത്യമായി ചിട്ടപ്പെടുത്തി കൊടുത്തതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ, അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ കണക്കിൽ മാസങ്ങളുടെ കണക്ക് അത് 12 അത് ഈ കലണ്ടറോ കണക്കോ ഒന്നും വരുന്നതിന്റെ മുമ്പ് തന്നെ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ കൃത്യമായ കണക്കും ചിട്ടയും സംവിധാനവും നിർണയവും ഒക്കെ നടത്തിക്കൊണ്ടാണ് അല്ലാഹു തആല എല്ലാം നിർണയിച്ചിട്ടുള്ളത്. അർബഅത്തുൽ ഹുറും, അതിൽ നിന്ന് 4 പവിത്രമാണ്. ആ പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസം അഥവാ ഹിജറ വർഷത്തിലെ ആദ്യത്തെ മാസം. ആ മാസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ മാസത്തെ കുറിച്ച് പറഞ്ഞത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. അള്ളാഹുവിന്റെ മാസമായിട്ടാണ് അല്ലാഹു തആലാന്റെ പ്രവാചകൻ ഈ മാസത്തെ നമുക്ക് പറഞ്ഞു തന്നത്, പഠിപ്പിച്ചു തന്നത്. മറ്റുള്ളതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലാത്തത് കൊണ്ടല്ലേ, മറിച്ച് പവിത്രമായ ഒരു മാസമായി മുഹറം മാസത്തെ അള്ളാഹുവിന്റെ ദീന് കണ്ടു എന്നുള്ളതാണ്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ആ പവിത്രമായ മാസത്തെ പോലും ചില ആളുകള് ശകുനമായും ദുശകുനമായും കാണുന്നു എന്നുള്ളത് വല്ലാത്തൊരു വിരോധാഭാസമാണ്. ചില ആളുകളൊക്കെ ചില പ്രവർത്തനങ്ങൾക്ക്, ചില നന്മകൾക്കൊക്കെ മുതിരുമ്പോ, കല്യാണത്തിന്, വീട് പാർക്കലിന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൽക്കാരത്തിന്, അതുമാതിരിയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ മുതിരുമ്പോ ചില ആളുകൾ പറയാറുണ്ട് മുഹറം 10 കഴിഞ്ഞോട്ടെ. ഒരു അന്ധവിശ്വാസമാണത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ശകുനം നോക്കലും അതേപോലെ തന്നെ ഇതേപോലെയുള്ള ലക്ഷണം നോക്കലൊക്കെ ശിർക്കിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുക. അത് മിൻ സുന്നത്തിൽ യഹൂദിയീൻ, ജൂത നസാറാക്കളുടെ അല്ലെങ്കിൽ ജൂതന്മാരുടെ സംസ്കാരമാണെന്ന് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാര് വരെ വളരെ കൃത്യമായി പഠിപ്പിച്ചതായിട്ട് കാണാം. സന്ദർഭോചിതമായി ഞാൻ ആ വിഷയം കൂടെ ഉണർത്തിയെന്ന് മാത്രം. കൃത്യമായിട്ടും ജൂതന്റെ സംസ്കാരത്തിൽ നിന്നാണ് പവിത്രമായി കണ്ട, അള്ളാഹിന്റെ ദീന് പവിത്രമായി കണ്ട ഒരു മാസത്തെ ശകുനമായും ദുശകുനമായും ഒക്കെ കാണുന്നത്.
ഒരടിസ്ഥാനവും ഇല്ല എന്ന് മാത്രം. കാരണം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്നതിനെ തടയാനോ തടഞ്ഞതിനെ തരാനോ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്ന അടിയുറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ ഖുർആനിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മളോട് പഠിപ്പിച്ചതും അതാണ്. ഖുൽ, പറയണം, പ്രഖ്യാപിക്കണം, ലൻ യുസീബന, ഒരു മുസീബത്തും സംഭവിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു തആല നമുക്ക് തീരുമാനിച്ചതല്ലാതെ, ഹുവ മൗലാന, ആ റബ്ബാണ് നമ്മുടെ മൗല, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ആ റബ്ബിലാണ് തവക്കുലാക്കേണ്ടത്. ഇത് ജൂതന്മാരുടെ ഈ നഹ്സ് നോക്കല്, ശകുനം നോക്കലൊക്കെ ജൂതന്മാരുടെ പ്രവണതയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇബ്നു ഹജറുൽ ഹൈത്തമി പോലും, ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്, അദ്ദേഹം പോലും പറയാണ് ആ പ്രവർത്തനം അതില്ലാ മിൻ സുന്നത്തിൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഹിം, അവരുടെ ഖാലിഖും ബാരിയുമായ അള്ളാഹുവിന്റെ മേലിൽ ഒരിക്കലും ബരമേൽപ്പിക്കുന്ന സത്യവിശ്വാസികളുടെ സ്വഭാവമല്ല. സന്ദർഭോചിതമായ ആ വിഷയം ഒന്ന് നിങ്ങളുമായി ഉണർത്തുന്നു എന്ന് മാത്രം. ആ രീതിയിലൊക്കെ ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇന്നുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകളുടെ പ്രസ്ഥാനത്തിന്റെ ഈ സ്ഥാപനത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന ചില കലണ്ടറുകൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും, ഇന്നിന്ന ദിവസങ്ങളൊക്കെ നഹ്സായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒരടിസ്ഥാനമില്ല. നഹ്സുകൾക്കും ദുശഗുണങ്ങൾക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള രാശികൾക്കും നക്ഷത്രങ്ങൾക്കും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ വല്ല മാറ്റങ്ങളും വരുത്തുമെന്നുള്ള വിശ്വാസമേ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല. അത് സന്ദർഭോചിതമായി ഉണർത്തിയെന്ന് മാത്രം. ഷഹറുല്ലാഹിൽ മുഹറം, അല്ലാഹു തആല പവിത്രമായി വെച്ച മാസം. ആ മാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം കണ്ടു. അവിടെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖദിമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീന, മദീനയിലേക്ക് റസൂലുള്ളാഹി കടന്നു വന്ന സമയത്ത് ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ, മുഹറം 10ന്റെ ദിവസം അവരൊക്കെ നോമ്പെടുക്കുന്നു. ഫഖാല റസൂലുള്ളാഹി, റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹാദാ, എന്താ നിങ്ങൾ നോമ്പെടുക്കാൻ കാരണം? ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമു സാലിഹ്, ഇതൊരു മഹത്തായ ദിവസം, ഇതൊരു മഹത്തായ ദിവസമാണ്, നല്ലൊരു ദിവസമാണ്, ഒരു സ്വാലിഹായ ദിവസമാണ്. അതെന്താണ് അവർ പറയാൻ കാരണം? അത് എന്നിട്ട് അവർ അതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, യൗമുൻ സാലിഹ് ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ബനു ഇസ്രായീലിനെ, ഇസ്രായേൽ സന്തതികളെ, യാക്കൂബ് നബിയുടെ മക്കൾക്കാണ് ഇസ്രായേൽ സന്തതികൾ എന്ന് പറയുന്നത്. ആ ഇസ്രായേൽ സന്തതികളെ, ബനു ഇസ്രായേൽക്കാരെ അവരുടെ ശത്രുവായ ഫിറഔനിൽ നിന്നും രക്ഷപ്പെട്ട മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ബനു ഇസ്രായേൽക്കാർക്ക് ഒരു അസ്തിത്വം ഉണ്ടായിരുന്ന ഒരു വർഷമാണ് മൂസാ നബിയുടെ കടന്നുവരവ്. അങ്ങനെ മൂസയുടെയും മൂസാ നബിയെയും ബനു ഇസ്രായേൽക്കാരെയും വല്ലാണ്ട് ദ്രോഹിച്ചിരുന്നു ഫിറഔൻ. ആ മൂസയിൽ നിന്ന്, ആ ഫിറഔനിൽ നിന്ന് മൂസ നബിയെയും അനുയായികളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ഫിറഔനിനെ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് തന്നെ ഫസാമഹു മൂസ, അതിന് നന്ദി എന്നോണം മൂസാ നബി നോമ്പെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളും നോമ്പെടുക്കുന്നത് എന്ന് യഹൂദര് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അന അഹഖു ബി മൂസാ മിൻകും, ഞാനാണ് നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ആദർശത്തിൽ മൂസയോട് അടുത്ത് നിൽക്കുന്നവൻ. നിങ്ങൾ മൂസയുടെ പേര് പറഞ്ഞ് മൂസന്റെ ആളുകളാന്ന് പറയുന്നുണ്ട്, മൂസാ നബിയുടെ ആദർശവുമായി നിങ്ങൾക്കൊരു പുലബന്ധമില്ല. എന്നാൽ മൂസയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന, മൂസാ നബിയുടെ ആദർശത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ മൂസാ നബിയോട് ഐക്യദാർഢ്യം, അതിനോടുള്ള ഐക്യദാർഢ്യം എന്നോണം അള്ളാന്റെ റസൂല് നോമ്പെടുക്കുകയും അമറ ബിസിയാമി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു എന്ന് മാത്രമല്ല, നോമ്പെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അനുയായികളോട് കൽപ്പിക്കുകയും ചെയ്തു. എന്താ സംഭവം നിങ്ങൾക്കറിയാം. ലോകത്ത് ഞാനാണ് ലോകത്തിന്റെ ദൈവമെന്ന് പറഞ്ഞ് കടന്നു വന്ന ഏറ്റവും വലിയൊരു സ്വച്ഛാധിപതി ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് ഫിറഔൻ. അവനാണ് ഈ ഫറോവ. ശുദ്ധ ഖുർആൻ അതെടുത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഉദ്ധരിച്ചതായിട്ട് കാണാം നമുക്ക്.
ഹൽ അതാക ഹദീസു മൂസ ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസ് തുവ اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى. അല്ലാഹു തആല പല സ്ഥലത്തും ഉദ്ധരിച്ചതാണത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത വല്ലാണ്ട് വീർപ്പ് മുട്ടിയിട്ടായിരുന്നു ഫറോവയുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്നത്. ആണുങ്ങളെ മുഴുവനും അടിമകളായി വെക്കുകയും പെണ്ണുങ്ങളെ അതേപോലെ തന്നെ ദാസികളായി വെക്കുകയും മറ്റൊരു സമയത്ത് ആണുങ്ങളെ മുഴുവൻ കൊല്ലുക, പെണ്ണുങ്ങളെ മുഴുവനും വിധവകളാക്കുക, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയുക, ഇങ്ങനെയൊക്കെ നിഷ്ഠൂരമായി അടിച്ചമർത്തപ്പെട്ട് ഉള്ള ഒരു ജനതയായിരുന്നു മൂസാ നബിയുടെ ജനത. അവനെ ആരാധിക്കണം, അവന്റെ അടിമകളായി ജീവിക്കണം. അസ്തിത്വമില്ലാത്ത ഒരു ജീവിതമായിരുന്നു, അടിമകളായിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ വിമോചനത്തിന് വേണ്ടിയാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരബദ്ധം അഥവാ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു. മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ഒരാളിങ്ങനെ അകാരണമായി, ഫറോവയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് അകാരണമായി ദ്രോഹിക്കുമ്പോ ആ ദ്രോഹിക്കുന്ന വിഷയത്തിൽ ഒന്ന് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടു. മൂസാ നബി അയാളെ ഒന്ന് കൊട്ടി. ആ കൊട്ടിയപ്പോൾ തന്നെ മൂസാ നബിയുടെ ആ കൊട്ടുകൊണ്ട് അയാൾ മരണപ്പെട്ടു. മൂസാ നബിയെ കൊല്ലാനും പിടികൂടാനും വേണ്ടി ആളുകൾ പിന്നാലെ കൂടി. മൂസാ നബി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. മിസ്റിൽ നിന്നും കനാനിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിൽ നിന്നും പോവുകയാണ്. അങ്ങനെ യാത്ര പോയി 10 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ആ നാട്ടിലെത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ മക്കള്, ശുഐബ് നബിയുടെ മക്കള് ആടിന് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്ന സമയത്ത് മൂസയുമായി കാണുന്നു. മൂസാ നബി അവരെ ഒന്ന് സഹായിക്കുന്നു, ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. അവര് തിരിച്ചു പോകുന്നു, ഉപ്പയോട് വിവരം പറയുന്നു. നേരത്തെ ആടുകൾക്ക് വെള്ളവും കൊടുത്തിട്ട് മക്കൾ വന്നപ്പോ ചോദിക്കുന്നു, മൂസയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. മൂസാ നബിയെ ഉപ്പ ഒളിപ്പിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെല്ലുന്നു. അങ്ങനെ ചരിത്രം വിശാലമാണ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് അത് ഉദ്ധരിക്കുന്നത് കാണാം. മൂസ നടന്ന സംഭവങ്ങളൊക്കെ ശുഐബ് നബിയോട് വിവരിക്കുന്നു. അവിടെ താമസിക്കാനും തന്റെ മക്കളിൽ നിന്ന് ഒരാളെ മൂസാ നബിക്ക് കെട്ടിച്ചു കൊടുക്കുന്നു. 8 കൊല്ലം അവിടെ താമസിക്കാൻ വേണ്ടി കരാർ വെക്കുന്നു. അദ്ദേഹത്തിന്റെ ആടുമാടുകളെ നോക്കുവാനുള്ള ഒരു കരാർ എന്ന നിലക്ക് മഹറായി നിശ്ചയിച്ച് മോളെ കെട്ടിച്ചു കൊടുക്കുന്നു. ആ 8 10 ആക്കുന്നു. 10 വർഷത്തെ കാലത്തിന് ശേഷം 30 വയസ്സുള്ള മൂസാ നബി പുറപ്പെട്ടു. 40 വയസ്സാകുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ മക്കളും കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് തിരിച്ചു വരികയാണ്. കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് തിരിച്ച് പിറന്ന നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആ വരുന്ന രംഗത്താണ് അവർക്ക് വഴിതെറ്റുന്നു, ഇരുട്ടാകുന്നു, വെളിച്ചമില്ല. വെളിച്ചമുള്ള ഒരു സ്ഥലത്തേക്ക് തന്റെ കുടുംബത്തെ അവിടെ നിർത്തിക്കൊണ്ട് വെളിച്ചം കാണുന്ന ദിശയിലേക്ക് ഞാൻ പോയിട്ട് വെളിച്ചം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് പോകുന്നു. ആ സമയത്ത് അവിടെ വെച്ചാണ് തുവാ എന്ന് പറയുന്ന ഒരു പരിശുദ്ധമായ താഴ്വരയായിരുന്നു അത്. അവിടെ വെച്ചാണ് റബ്ബ് വിളിക്കുന്നത്, യാ മൂസ. റബ്ബിന്റെ വിളിയാളം അതാണ് കലീമുല്ലാഹി മൂസ എന്ന് പറയുന്നത്. കല്ലമല്ലാഹു മൂസ തക്ലീമ എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. എന്നിട്ട് പറയുന്നു, ഞാൻ റബ്ബാണ് മൂസ, അള്ളാഹുവാണ്, ലോകത്തിന്റെ രക്ഷിതാവാണ്. ചെരുപ്പഴിച്ചു വെക്കണം, ഒരു മഹത്തായ താഴ്വരയിലാണ്. പേടിയുണ്ട്, അതോടൊപ്പം ആശങ്കയും എല്ലാമുണ്ട്. ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് അദ്ദേഹം പോകുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദൗത്യം കൊടുക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട ദൗത്യം, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. നീ ഫിർഔന്റെ അടുക്കലേക്കാണ് പോകേണ്ടത്.
അവൻ വല്ലാണ്ട് അതിര് കവിയുന്നുണ്ട്. നീ അവിടെ നിന്ന് പോകുന്നതിനെക്കാട്ടൊക്കെ അപ്പുറമാണ്. നിന്റെ ജനത വല്ലാണ്ട് അടിച്ചമർത്തപ്പെടുന്നുണ്ട്. അങ്ങേയറ്റം ഏകാധിപത്യത്തിന്റെയും സ്വച്ഛാധിപത്യത്തിന്റെയും മൂർധന്യ ഭാവം പൂണ്ട് അഹങ്കാരികളുടെ അഹങ്കാരിയായി, അഹങ്കാരങ്ങളുടെ ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ മൂർധന്യ ഭാവം സ്വീകരിച്ചാണ് അവൻ വിരാജിക്കുന്നത്. അവന്റെ അടുക്കിലേക്ക് പോകണം. ഫഖുൽ, എന്നിട്ട് അവനോട് പറയണം, ഹല്ലക ഇലാ അൻ തസക്ക, നിനക്കൊന്ന് നന്നാവണ്ടേ, നിനക്കൊന്ന് സംസ്കരിക്കപ്പെടണ്ടേ, നിനക്കൊരു മാറ്റം വരണ്ടേ എന്ന് അവന്റെ അടുക്കിലേക്ക് പോയി പറയണം. ആരെയാണ് ഈ ഏൽപ്പിക്കുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ സ്വച്ഛാധിപതിയുടെ അടുക്കലേക്കാണ് പോകുന്നത്. ചരിത്രമൊക്കെ, മൂസാ നബി വളർന്ന ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാലോ. ഞാൻ ആ പാസ്റ്റ് ഒന്നും പറയാൻ നമുക്ക് ഈ സമയം അനുവദിക്കുന്നില്ല. ഏതായിരുന്നാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോവാണ്. അവിടെ നിന്ന് അത്ഭുതങ്ങൾ കൊടുത്തു. ആ മോചിതത്വങ്ങളൊക്കെ ആയിട്ട് പോവാണ്. എന്താ കയ്യിൽ നിന്ന് വെച്ചു? വടിയാണെന്ന് പറഞ്ഞു. വിടാൻ പറഞ്ഞു, പാമ്പായി മാറി. മൂസ പേടിച്ചു, ഓടി. വരാൻ പറഞ്ഞു, തിരിച്ചു പിടിക്കാൻ പറഞ്ഞു, അത് വടിയായി. കൈ കക്ഷത്തിലേക്ക് വെക്കാൻ പറഞ്ഞു, അത് വെളുത്ത പ്രകാശമായി മാറി. ഈ അത്ഭുതങ്ങളൊക്കെ ആയിട്ട് പോവാണ്. പോവാൻ നേരത്തെ മൂസാ നബി പറഞ്ഞു, എനിക്കത് മാത്രം പോരാ. റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എനിക്കൊരു ഹൃദയത്തിനൊരു വിശാലത നൽകണം. പ്രബോധകന്മാരൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണിത്. ഏറ്റവും വലിയ ധിക്കാരിയുടെ അടുക്കലേക്കാ പോകുന്നത്. അവൻ എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല. എനിക്ക് അവനോട് പോയിട്ട് പറയാനുള്ളത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശമാണ്, തൗഹീദിന്റെ സന്ദേശമാണ്, റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തലാണ്. എന്റെ ഹൃദയത്തിന് നീ ഒരു വിശാലത നൽകണം, എന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണം. മാത്രമല്ല, എനിക്ക് ചില പ്രയാസങ്ങളുണ്ട് സംസാരിക്കുന്നതിന്. എന്നാൽ ഒരു പ്രയാസമില്ലാത്ത നല്ല സാഹിത്യ സമ്പുഷ്ടമായി സംസാരിക്കുന്ന ഒരു അനിയനുണ്ട് എനിക്ക്, ഒരു ബ്രദറുണ്ട്. ഹാറൂൻ എന്നാണ് അവന്റെ പേര്. ആ എന്റെ അഹിയായ ഹാറൂനെയും എന്റെ കൂടെ പറഞ്ഞേക്കണം. രണ്ടുപേർക്കും ആ ഉത്തരവാദിത്വം കൊടുത്ത്, അതെ, അദ്ദേഹത്തെയും നിന്റെ കൂടെ കൂട്ടാളിയായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു താല പറഞ്ഞ് മൂസാ നബിയെയും ഹാറൂനും രണ്ടുപേരോടും പോവാൻ വേണ്ടി പറയാം. ഇത് ഹബ്ബ, എവിടേക്കാ രണ്ടാളും പോകേണ്ടതില്ല? ഫിർഔന, രണ്ടാളും പോകേണ്ടത് ഫിർഔന്റെ അടുക്കലേക്കാണ്. അവനോട് നിങ്ങൾ പോയിട്ട് എന്താ പറയേണ്ടത്? ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ. പ്രബോധകന്മാർക്ക് വലിയ പാഠമുണ്ട്. നിങ്ങൾ രണ്ടുപേരും അവനോട് പോയിട്ട് സംസാരിക്കുന്നത് വളരെ മൃദുവായി സംസാരിക്കണം, വളരെ മൃദുവായിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, ചിലപ്പോൾ നന്നായേക്കാം, ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അതായിരിക്കണം പ്രബോധകൻ. അവര് അപ്പുറത്തുള്ളത് എന്തു ആവട്ടെ, ഏത് രീതിയിലുള്ളവരാവട്ടെ, അവരോട് പോയിട്ട് മാന്യമായി, ലയ്യിനായി, മൃദുവായി സംസാരിച്ച് എന്ന് പറഞ്ഞില്ലേ, വളരെ മൃദുവായിട്ട്, യുക്തിദീക്ഷയോടുകൂടെ മാന്യമായിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. മൂസാ നബി അംഗീകരിക്കുന്നു, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, എന്റെ കാര്യങ്ങൾ എളുപ്പാക്കി തരണം. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാവിനുള്ള കെട്ടിക്കുടുക്കുകളൊക്കെ അഴിച്ചിടണം. യഫ്ഖഹു ഖൗലി, ഞാൻ പറയുന്ന കാര്യം അവർക്ക്, ആരോടാണോ ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ആരോടാണോ ഞാൻ എന്റെ പ്രബോധനം പ്രതിനിധാനം ചെയ്യുന്നത്, അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവണം. ഞാൻ ജയിക്കുക, അവര് തോൽക്കുക എന്നുള്ളതാവരുത്. ഞാനും ജയിക്കണം, അവരും ജയിക്കണം, അവരും നന്നാവണം, ഞാൻ പറയുന്നത് അവർക്ക് ക്ലിയർ ആവണം. അതിനുള്ള റബ്ബിനോടുള്ള പ്രാർത്ഥന നടത്തിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ ദൗത്യ നിർവഹണവുമായിട്ട് പോവുകയാണ്. ആരുടെ അടുക്കലേക്ക്? ഫിറൗനിന്റെ അരികിലേക്കാ പോകുന്നത്. ആ സമയത്ത് ഫിറൗന് പുച്ഛിച്ചു തള്ളി എന്ന് മാത്രമല്ല, അവനെ വെല്ലുവിളിച്ചു ഒരു രംഗത്തേക്ക്, ഒരു മൈതാനത്തേക്ക്. അവിടെ നീ വാ, നിന്റെ കൂടെയുള്ള ആളുകളും വാ, ഞാനും എന്റെ കൂട്ടാളികളും വരാം. എല്ലാവരും ഒരുമിച്ച് കൂടി ജനമധ്യത്തിൽ. അവിടെ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ബ്ലാക്ക് മാജിക്കുകൾ നടത്തുന്ന മജീഷ്യന്മാര്, ഫിറൗന്റെ കൊട്ടാരത്തിലുള്ള ആ ജാലവിദ്യക്കാര് മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന കയറുകളും പാമ്പുകളൊക്കെ നിലത്തിട്ടു. അവരവരുടെ ജാലവിദ്യകളൊക്കെ തുടങ്ങി. എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ കൂക്കി വിളിച്ചു, ആർപ്പ് വിളിച്ചു, ആർത്തട്ടഹസിച്ചു. ഇവിടെ ആരുമില്ല, മൂസയുണ്ട്, മൂസന്റെ ഒരു ബ്രദറുണ്ട്, കയ്യിലൊരു വടിയുണ്ട്, വേറെ മായാജാലമോ വിദ്യയോ ഒന്നുമില്ല. അല്ലാഹു തആല ഉണ്ടായിരുന്നു സമാധാനിപ്പിക്കാൻ. ഇന്നക അൻതൽ അഅല, നീ തന്നെയായിരിക്കും വിജയിക്കുന്നത്, പേടിക്കണ്ട മൂസ, നീ തന്നെയായിരിക്കും വിജയി. അള്ളയുണ്ടായിരുന്നു സമാധാനം നൽകാൻ. ആ സമയത്ത് ഫഇദാ ഹിയ ഹിബാലുഹും
ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള കയറുകളും വടികളൊക്കെ അവരിട്ടപ്പോ അതൊക്കെ അതൊക്കെ ഇങ്ങനെ ചലിക്കുന്നതായിട്ട് മൂസക്ക് പോലും അനുഭവപ്പെട്ടു. പേടിയുണ്ടായി. ആ ഒരു അനുഭവം അതുണ്ടാകും. അത് ചില സിഹ്റ കൊണ്ടും ചില ജാലവിദ്യകളെ കൊണ്ടും ചില മുഅ്മിനീങ്ങൾക്ക് പോലും സത്യവിശ്വാസികൾക്ക് പോലും ചില തോന്നലുകളും പ്രയാസപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഒരു സാഹിറും ഒരു സിഹറും ഇന്നേ വരെ വിജയിച്ച ചരിത്രമില്ല. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സിഹറിനും ഒരു സാഹിറിനും ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. അല്ലാഹു റസൂൽ പറഞ്ഞല്ലേ, ലാ യദ്ഖുലുൽ ജന്നത മുഅ്മിനും ബിസ്സിഹ്ർ, സിഹർ കൊണ്ട് വിശ്വസിക്കുന്നവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അള്ളാന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും അത് ചലിക്കുന്നതായ ഒരു തോന്നലും ഒരു അനുഭവപ്പെടലുണ്ടായി. അതൊരു ഒരു ഒരു മനുഷ്യന്റെ മാനസികമായ ഒരവസ്ഥയാണത്. മൂസയും മനുഷ്യനാണ്. അള്ളാഹു സമാധാനിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന മൂസയോട് അള്ളാഹു തആല പറഞ്ഞു, മൂസ നിന്റെ കയ്യിലുള്ള വടി നീ അതിട്. അതിട്ടപ്പോ അത് ഇതിനെ മുഴുവനും വിഴുങ്ങിയിട്ട് അവസാനം അത് മികച്ച് അതിനായിരുന്നു വിജയം. ഇവരുടെ സകല മായാജാലങ്ങളും വിദ്യകളും ഒക്കെ അമ്പിപ്പോകി പരാജയപ്പെടുന്ന രീതിയിൽ മൂസാ നബിയിലൂടെ അല്ലാഹു തആല പ്രകടമാക്കിയ ആ മുഅ്ജിസത്ത് മികച്ചു നിൽക്കുകയും ഫിറഔനിന് നേരെ ആ മുഅ്ജിസത്ത് വാപൊളിച്ചു നിൽക്കുന്നത് ചരിത്രങ്ങളിൽ കാണാം. ഫിറഔന് വരെ പേടിച്ചു വിറച്ചുപോയി. ഇത് കണ്ടുനിന്ന് അവിടെ ഉണ്ടായിരുന്ന സാഹിറന്മാര് മുഴുവനും ആമന്ന ബിറബ്ബി മൂസ വ ഹാറൂൻ. ഇത് മായാജാലും കങ്കട്ടും ബ്ലാക്ക് മാജിക് ഒന്നുമല്ല, ഇത് അമാനുഷികമായ മറ്റെന്തോ ആണ്. ഞങ്ങളെല്ലാവരും മൂസയും ഹാറൂനും പരിചയപ്പെടുന്ന റബ്ബിൽ വിശ്വസിക്കുന്നു എന്ന് അവിടെ ഉണ്ടായിരുന്ന കൊട്ടാര വിദൂഷകന്മാരടക്കമുള്ള സാഹിറന്മാര് മുഴുവനും ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഫിറൗനിന് ദേഷ്യം കൂടി. ഞാനൊരു സമ്മതം നൽകുന്നതിന്റെ മുമ്പ് നിങ്ങളൊക്കെ വിശ്വസിക്കുകയോ? അവരെ വലത്തെ കയ്യും ഇടത്തെ കാലും വെട്ടിമുറിക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ കൈകാലുകൾ ഛേദിക്കുന്ന രീതിയിൽ അവരെ പരീക്ഷിച്ചു. ഇങ്ങനെ ധാരാളം നിഷ്ഠൂരമായ, കാരണം അവന്റെ കയ്യിൽ അധികാരമുണ്ട്, ആ രീതിയിൽ നിഷ്ഠൂരമായി ഉപദ്രവിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ള സത്യവിശ്വാസികളും റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബിൽ വിശ്വാസമർപ്പിച്ചു. അവരൊരിക്കലും അടുകിട മാറിയില്ല. ആ സ്വച്ഛാധിപതിയായ ഫിറൗനിനൊരു പതനുണ്ടായി. ആ പതനത്തിൽ മറ്റൊരു സന്ദർഭമാണ് ഈ പറയപ്പെടുന്ന ആ വടി കൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ജനതയുടെയും പിന്നാലെ ഫിറൗനും കൂട്ടരും വന്നപ്പോ മുന്നിൽ ചെങ്കടലാണ്, പിന്നിലാണെങ്കിലോ ഫിറൗനും കൂട്ടരും. മരണമല്ലാതെ മറ്റൊന്നും മുന്നിലില്ലാത്ത രംഗത്ത് അള്ളാഹുവിന്റെ മറ്റൊരു കൽപ്പന വരികയാണ്, ആ ചെങ്കടലിൽ മൂസ നിന്റെ വടി കൊണ്ട് നീ ഒന്ന് അടിക്കുക. അടിച്ചപ്പോഴോ കത്തൗദിൽ അലീം, മഹത്തായ രണ്ട് പർവ്വതം പോലെ രണ്ടു ഭാഗത്തേക്ക് ചെങ്കടൽ, രണ്ടു ഭാഗത്തേക്ക് അത് ആ ഒരു തിരമാലകൾ പോലെ രണ്ടു ഭാഗത്തേക്കിന് മാറി നിന്ന് വഴി പ്രത്യക്ഷപ്പെട്ടു ചെങ്കടലിൽ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയിൽ വിശ്വസിച്ചവരും അതിൽ കയറി രക്ഷപ്പെടുമ്പോൾ അവരെ പിടികൂടാൻ വേണ്ടി ഫിറൗനും കൂട്ടരും വന്നപ്പോൾ അവരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ഫിറൗനെയും കൂട്ടരെയും മുക്കിക്കൊല്ലുകയും ചെയ്തു. ആ ദിവസം അത് മുഹറം 10-നാണ്. ആ ദിവസമാണ് മുഹറം 10. അതുകൊണ്ടാണ് മൂസാ നബി നോമ്പെടുത്തതും ഞങ്ങൾ നോമ്പെടുക്കാൻ കൽപ്പിക്കപ്പെട്ടതും എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന അഹഖു ബി മൂസാ മിൻകും. അഥവാ ലോകം കണ്ട ഏറ്റവും വലിയൊരു സ്വച്ഛാധിപതിയുടെ പതനം നടന്ന ദിവസമാണ് മുഹറം 10. സത്യത്തിന്റെയും സഹിഷ്ണുതയുടെയും വിജയമുണ്ടായ ദിവസവും കൂടെയാണ് മുഹറം 10. അതിനോടുള്ള ഐക്യദാർഢ്യം എന്നോണം റസൂലുള്ളാഹിയും പറയാണ്, അനുയായികളോട് നോമ്പെടുക്കണം. നബിന്റെ സ്വഹാബാക്കളിൽ നിന്ന് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ ഒരു ഡൗട്ട് ചോദിക്കാണ്ട്. നബി അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ കാര്യത്തിലും ജൂത നസാറാക്കളോട് കർമ്മപരമായും ആചാരപരമായും എതിര് നിൽക്കണമെന്ന്. അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ സ്വീകരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അവര് നോമ്പെടുക്കുന്ന ദിവസം നമ്മൾ എടുക്കുമ്പോ നമ്മളും അവരെ പോലെ ആവില്ലേ ആചാരത്തിന്?
അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശിഷ്യന്റെ സംശയത്തിന് ഞാൻ പറഞ്ഞാണ്ട് കേട്ടാൽ മതി, അവിടെ പോയിരിക്കുന്നു പറഞ്ഞില്ല. അള്ളാന്റെ റസൂൽ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അഹ്സൻ, അഥവാ നല്ല രീതിയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്, ഇൻഷാ അള്ളാഹ് അടുത്ത വർഷം നമ്മൾ മുഹറം 9 നോമ്പ് നോൽക്കും. അതാണ് മുഹറം 9, 10. താസുആവും ആശൂറാവുമാണ് നിലവിൽ വന്നത്. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം, അഥവാ ഈ സംഭവത്തിന് ശേഷമുള്ള അടുത്ത മുഹറത്തിലേക്ക് അള്ളാന്റെ റസൂൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. അതിന്റെ മുമ്പുള്ള റബീഉൽ അവ്വലിൽ ആര് വഫാത്തായി പോയിട്ടുണ്ട്? റസൂൽ വഫാത്തായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ റസൂൽ പറഞ്ഞത് ഇൻഷാ അള്ളാഹ് അടുത്ത വർഷം മുഹറം 9 നമ്മൾ നോമ്പ് നോൽക്കും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അത് സുന്നത്തായി സ്ഥിരപ്പെട്ടു. സുന്നത്തുകളെ എണ്ണിയപ്പോൾ തന്നെ പണ്ഡിത രോഗം അവിടെ പഠിപ്പിച്ച സുന്നത്തുകളിൽ കാണാം അഖ്വാലുഹു വഅഫ്ആലുഹു വതഖരീറാത്തുഹു വമാ ഹമ്മ ബിഫഇലിഹി. റസൂൽ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇത് റസൂൽ ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമാണ്. പക്ഷെ അത് സുന്നത്തായി നിലവിൽ വന്നു എന്നുള്ളതാണ്. അതാണ് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പിന്റെ പ്രത്യേകത. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ പ്രതിഫലം, ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുമാറുള്ള പുണ്യം അതിനുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം നമുക്ക്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, മുഹറം 10-ന്റെ നോമ്പ് വളരെ പ്രബലമായ സുന്നത്താണ്. 9-നും 10-നും നോൽക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ 10-നും 11-നും നോൽക്കുക, അഥവാ ജൂതന്മാരുടെ ആചാരത്തോട് എതിരാകുക എന്നുള്ള നിലക്ക് ഞാനൊരു മസ്അല അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത് മുഹറം അത് അള്ളാഹ് പവിത്രമായി കണ്ട മാസം, അതിന് ഈ രീതിയിലുള്ള പ്രത്യേകതകളുണ്ട് എന്നതല്ലാതെ അതിന്റെ പേരിൽ കടന്നുകൂടിയ കുറെ അന്ധവിശ്വാസങ്ങളുടെ ആളുകളായി നമ്മൾ മാറാനും പാടില്ല. മുഹറം 10-ന് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം അവര് നെഞ്ഞത്തടിച്ചും ചെകിടത്തടിച്ചും ശരീരത്തിൽ മുറിവേൽപ്പിച്ചും പ്രയാസം ഉണ്ടാക്കാറുണ്ട്. ഷിയാക്കളാണ് അവർ. കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ട ദിവസവും മുഹറം 10-നാണ്. അതിന്റെ ആചാരം എന്നോണമാണ് അത് ചെയ്യുന്നത്. നമ്മുടെ ചില ആളുകൾ അത് വെട്ടും കുത്തും റാത്തീബൊക്കെ അതിന്റെ കീഴിൽ കടന്നു വന്നതാണ്. ആ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾക്കൊന്നും ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ല. എന്നാൽ നന്മയുടെ കൂടെ നിൽക്കാൻ, അശരണർക്ക് കൂടെ നിൽക്കാൻ, പ്രയാസം അനുഭവിക്കുന്നവർക്ക് താങ്ങായി നിന്ന മൂസാ നബിയുടെ ചരിത്രവും കൂടെ, ഏകാധിപത്യത്തിനെതിരെ സംസാരിച്ച മഹാനായ മൂസാ നബിയുടെ നിലപാടിന്റെ കൂടെ നിൽക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وكفى والصلاة والسلام على نبي المصطفى وعلى آله وأصحابه الفائزين الشرفاء أما بعد. അള്ളാഹുവെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം വായിക്കാനും പഠിക്കാനുമൊക്കെ നമ്മെ പഠിപ്പിച്ച മതമാണ്. ഇന്ന് കേരളക്കര ഒരു വായനാ ദിനമായി ആചരിക്കുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള ചരിത്രങ്ങളൊക്കെ എന്തോ ആവട്ടെ, പക്ഷെ പരിശുദ്ധമായ ഇസ്ലാം വായനയെ വലിയ പ്രോത്സാഹനം നൽകിയ മതമാണ്. മുസ്ലിങ്ങൾ വായിക്കേണ്ടവരും പഠിക്കേണ്ടവരും അറിയേണ്ടവരും വിജ്ഞാനം ഉള്ളേണ്ടവരുമാണ്. വിശുദ്ധ ഖുർആനിന്റെ തുടക്കം തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം. വായിക്കാൻ, നിന്റെ നാഥന്റെ നാമത്തിൽ, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കാനും പഠിക്കാനും വേണ്ടി പ്രോത്സാഹിപ്പിച്ച മതമാണ്. ഇന്ന് ആളുകൾ വായന വല്ലാണ്ട് കുറഞ്ഞു വരുന്നുണ്ട്. വായനാശീലം പറ്റ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വായനാശീലം നമ്മളിൽ ഉണ്ടാവണം. ശുദ്ധ ഖുർആൻ വായിക്കാനും പഠിക്കാനും നന്മകൾ വായിക്കാനും. സത്യവിശ്വാസികൾ ആരാ? അല്ലദീന യസ്മഊനൽ ഖൗല, അവരെല്ലാം കേൾക്കും. വയത്തബിഊന അഹ്സന, അതിലേറ്റവും നല്ലതിനെ അവർ ഉൾക്കൊള്ളും. അവരായിരിക്കും സത്യവിശ്വാസികൾ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ആയതുകൊണ്ട് ഉള്ള സമയങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി വായിക്കാൻ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ തലമുറയെ നാം തയ്യാറാക്കണം. വല്ലാത്തൊരു ജ്വരം പിടിച്ച കാലഘട്ടത്തിലാണ്. അനിവാര്യമായ ആഗ്രഹങ്ങൾക്കൊന്നും ഞാൻ എതിര് പറയല്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ യുവതയും നമ്മുടെ കൗമാരവും ഒക്കെ, ഇപ്പൊ ഫുട്ബോളിന്റെ സമയമാണ്, വേൾഡ് കപ്പിന്റെ സമയമാണ്.
1 ലക്ഷവും 1.5 ലക്ഷമൊക്കെ ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ആളുകൾ ഫ്ലെക്സ് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശല്ലേ? നമ്മുടെ മക്കള് അവര് കായികമായിട്ട് ഒന്നും നേടുന്നില്ല, പക്ഷെ അവര് മറ്റുള്ളവരുടെ ഫാൻസുകളായി മാത്രം മാറുകയാണ്. അവരൊന്നും വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, അവരിലൂടെ ചരിത്രം സൃഷ്ടിക്കുന്നില്ല, അവര് നന്മയുടെ വാഗ്ദാനങ്ങളായി മാറുന്നില്ല, ഫാൻസുകൾ മാത്രമായി മാറുന്ന ഒരു വല്ലാത്തൊരു ലോകം. അവിടെ അറിയാനും പഠിക്കാനും അവർക്ക് ആവശ്യമുള്ള കളികൾ നടത്താനും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും ഒക്കെ ഒരു ആരോഗ്യമുള്ള ഒരു യുവതയെ, ഒരു കൗമാരത്തെ വാർത്തെടുക്കാൻ നല്ല വായനയിലൂടെ നമുക്കും കഴിയട്ടെ എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ആശംസിക്കാനുള്ളത്. നല്ലതിലൂടെ വളരാൻ, നല്ലത് കേട്ട് വായിക്കാൻ, വായിച്ച് നല്ല രീതിയിൽ വളർന്നാൽ പഠിക്കാൻ, ആ രീതിയിൽ വളരാൻ നാഥൻ നമുക്കും നമ്മുടെ തലമുറക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൽമിനെ കൃത്യമായി മനസ്സിലാക്കുക, ആ വസ്തുതയെ അറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب